ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗോണിയയുടെ. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ. കോംബോയൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ബിഗോണിയ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാറ്റലോഗിൽ എല്ലാ പ്ലാന്റ്സുകളും കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാറ്റലോഗ് ഒന്ന് എടുത്തിട്ട് എല്ലാം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിരിക്കും ഒത്തിരി പ്ലാന്റ്സുകൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് ആദ്യം തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ. നമുക്ക് നമ്മളുടെ ഈ ചെറിയ വെറൈറ്റി പോത്തോസ് വെറൈറ്റികൾ സ്റ്റോക്കിലുണ്ട്. എൻജോയ് പോത്തോസ്. ഇപ്പോൾ വലിയ പ്ലാന്റുകളൊന്നും ഇപ്പോൾ നമുക്ക് എൻജോയുടെ സ്റ്റോക്കിലില്ല. എൻജോയുടെ അല്ല, പോത്തോസ് ഒന്നും തന്നെ സ്റ്റോക്കിലില്ല. ചെറിയ ഇതാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളത്. ഇത് 80 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. അതിൻ്റെ നമ്മുടെ ഗോൾഡൻ പോത്തോസും സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ചെറിയ വിലയുടെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ബാംബു പാം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റുകളാണ്. ഇത്രയും ഒരു പൊക്കം പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഈ ഒരു പൊക്കം പ്രതീക്ഷിച്ചാൽ മതി. ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറയുന്നതേ, ചിലവരെങ്കിലും അങ്ങനെ നമുക്ക് പ്ലാന്റ്സുകളാണല്ലോ, ചില ഡിഫറൻസുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ചില ഇങ്ങനെ പ്ലാന്റ്സുകൾ എടുത്തിട്ടേ ചില ഡിഫറൻസുകൾ ഉണ്ടെന്നൊക്കെ ചിലർ ഒന്നോ രണ്ടോ പേര് ഇത്രയും നാളത്തെ ഒരു സർവീസിൽ നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്ത് 2021 ഞാൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേരൊക്കെയാണ് അങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ്. ഇത്രയും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ ആ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കും അവർ കണ്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകണേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് പ്രതീക്ഷിച്ചാൽ മതി. ഇതിൽ ഒരു പ്ലാന്റ് അങ്ങോട്ട് വലിപ്പം വെച്ച് പോയേക്കാം. 1-2 പ്ലാന്റാണ് അനുസരണയില്ലാതെ വലിപ്പം വെച്ച് പോയേക്കണേ. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു സൈസ് കണ്ട. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ചിലത് കൊണ്ട് പെട്ടെന്ന് വലുതായി പോകില്ല. നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം തന്നെ പെട്ടെന്ന് വലുതായി പോകും, നമ്മൾ എന്തെങ്കിലും വളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഡിഫറൻസുകളൊക്കെ പ്ലാന്റ് അല്ലേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങനെ കേട്ടോ, ആ ഒരു സൈസായിരിക്കും. പിന്നെ സാൻസവേരിയയുടെ കോംബോ ഇപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 270 ആണ് 2 പ്ലാന്റിനും കൂടെ. ഇത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ 2 വെറൈറ്റികളാണ് കോംബോയിൽ വരുന്നത്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത് പ്ലാന്റുകൾ. അപ്പോൾ ഇത് കോംബോയാണ്. 270 ആണ് റേറ്റ് വരുന്നത്. ലില്ലിപ്പുട്ട് സ്റ്റോക്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഞാൻ കൈയൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വിട്ടുപോകുമല്ലോ ആദ്യമായിട്ട് കാണുന്നവർക്ക്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം എടുക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ആദ്യമായിട്ട് ഇരിക്കുന്നവർക്കാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. നമ്മുടെ ക്രിപ്റ്റാന്തസ് ഈ ഒരു ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് പോട്ട മണ്ണിലാണ് വന്നത്. നമ്മൾ മണ്ണ് മാറ്റിയിട്ടാണ് വിടുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് പോട്ട് ഉണ്ട്. അത് സഹിതമായിരിക്കും കേട്ടോ. അതും വേരൊക്കെ സഹിതം അങ്ങനെയാണ് നമ്മൾ വിടുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു 2 സൈസിലാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് 180 ആണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു. അത് ഭയങ്കര പെട്ടെന്ന് തന്നെ തീർന്നു പോയായിരുന്നു സ്റ്റോക്ക്. അപ്പോൾ കിട്ടാത്തവർ നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈസിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വലുപ്പം ചിലപ്പോൾ വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ 2 സൈസിൽ ഇതിൻ്റെ ഇടയിലുള്ള സൈസുകളായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റുകളാണ് കാണിക്കാറ്. എന്നാലും ചിലപ്പോൾ ഇതിൽ അങ്ങനെ, അതുകൊണ്ടാണ് ഇങ്ങനെ 2 എണ്ണമൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഫിലഡോണ്ടോൺ സൺറെഡ് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ ഹോമിലോമിന നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹോമിലോമിന കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇത് ഹോമിലോമിന വലീസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി. നമുക്ക് നല്ല പ്ലാന്റുകൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ ഒരു ആർമി ടച്ച്, ആർമിയുടെ യൂണിഫോമിൻ്റെ ഒക്കെ ഒരു ടച്ച് ഇല്ലേ, ആ ഒരു ഇതിലുള്ള പ്ലാന്റുകളാണ്. ഒരു 3-4 പ്ലാന്റുകൾ ചേർന്നിട്ട് ഒരു ഷൂട്ടുകൾ ചേർന്നിട്ട് വരുന്നതാണ്. മിനിമം ഒരു 3 ഷൂട്ടുകൾ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്. ഇതൊക്കെ ഇൻഡോറിലേക്ക് പറ്റുന്നതാണ്. ഹോമിലോമിന് ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്തതാണ്. നന്നായിട്ട് വേര് വന്നേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, വേരുകളൊക്കെ വന്നേക്കുന്ന പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് റീപോർട്ട് ചെയ്യുമ്പോൾ അടർത്തിയൊക്കെ മാറ്റിയിട്ട് നടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഷൂട്ടുകളൊക്കെ വന്നോളൂ കേട്ടോ. പിന്നെ ഇനി ഈ വശത്തുനിന്ന് കാണിച്ചു പോകാം. നമുക്ക് നമ്മുടെ ജാക്വലിൻ. ഇത് നമ്മുടെ ഏത് വെറൈറ്റിയാണ്?
അല്ല സോറി, ഫിലോഡെൻഡ്രോൺ അല്ല, അലോക്കേഷ്യ വെറൈറ്റി ആണ്. അലോക്കേഷ്യ വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു സൈസ് അല്ലായിരിക്കും കേട്ടോ. അതാ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൈസാണ് വന്നേക്കുന്നത്. ഇതാ ഈ ഒരു സൈസിൽ കേട്ടോ. ഞാൻ അത് കാണിക്കാൻ റെഫറൻസിന് വേണ്ടിയിട്ടാണ് അത്രയും വലിയത് ഒരെണ്ണം എടുത്ത് വെച്ചത്. എന്നാലാണല്ലോ അതിൻ്റെ പാറ്റേൺ മനസ്സിലാവുള്ളൂ. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു 2 പ്ലാന്റ് എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് ചിലത് ചെറിയ പ്ലാന്റുകളായിരിക്കാം, ചിലത് വലിയ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ കേട്ടോ. അതാ ഇങ്ങനെ ഇത് ഈ ഒരു സൈസിലുള്ളതാണ് നമുക്ക് വിടാനായിട്ട് സുഖം. ട്രാൻസ്പോർട്ടേഷൻ്റെ സുഖം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ എടുക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ഇത് ഒരെണ്ണം ഒടിഞ്ഞു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഓർത്ത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലുത് എടുക്കാത്ത. ഇതിനും കണ്ടോ ബേബി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 3 ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇത് നല്ല ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കിഴങ്ങുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. മുകളിൽ തന്നെ കിഴങ്ങുകൾ, കുഞ്ഞു കിഴങ്ങുകൾ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ പ്ലാന്റുകൾ ആയിക്കോളൂ കേട്ടോ. മഴയത്തൊക്കെ ആണെങ്കിൽ ആ കിഴങ്ങുകൾ എടുത്ത് മഴയത്തേക്ക് കൊക്കോപ്പീറ്റിലൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാന്റുകൾ ആയിക്കോളും. ഇതാണ് കേട്ടോ ഒരു ഭംഗി വരുന്നത്. അതിൻ്റെ ഇല വലുതാവുമ്പോൾ ഇങ്ങനെയായിട്ട് വരും കേട്ടോ. അതിൻ്റെ പേര് ജാക്വലിൻ എന്നാണ് കേട്ടോ പേര് വരുന്നത്. അലോക്കേഷ്യ ജാക്വലിൻ. അലോക്കേഷ്യ നമ്മൾക്ക് അസ്ലാനി സ്ലോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഈ ഒരു സൈസ് 2 സൈസായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതാ ഈ ഒരു ഇങ്ങനെ ഈ ഒരു 2 സൈസുകൾ, ഇതിൻ്റെ ഇടയിലുള്ള സൈസുകളായിരിക്കും കേട്ടോ വന്നേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ ആദ്യമായിട്ടൊക്കെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മളുടെ ബാംബിനോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ബാംബിനോ 2 ടൈപ്പിലുള്ളത് വന്നിട്ടുണ്ട്. ടൈപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പോട്ടും ചെറിയ പോട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട 3 പ്ലാന്റിൻ്റെ വലിയ പോട്ടുകൾ. ഇത് ഇങ്ങനെ ഫോട്ടോയിലൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വലിയ പോട്ടുകൾ ബാക്കിലൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ തിക്കായിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ 3 പ്ലാന്റ് മിനിമം വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു പ്ലാന്റുകളൊക്കെ ഇതിലൊക്കെ ഒരു കുഞ്ഞു പ്ലാന്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും വലിയ പോട്ട് വരുന്നത്. ഇത് അതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ അതാ ഇങ്ങനെ കേട്ടോ. നല്ല രസമാണ്. ഇതിന്ന് പെട്ടെന്ന് തന്നെ ഇതൊക്കെ വന്നോളൂ കേട്ടോ. കിഴങ്ങുകളൊക്കെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് എന്തായാലും വന്നോളും. ഇത് മണ്ണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് കൊക്കോപ്പീറ്റിലാണ് വന്നേക്കുന്നത്. മണ്ണ് നമ്മൾ കുറച്ചൊക്കെ മാറ്റിയിട്ടായിരിക്കും കേട്ടോ അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് അലോക്കേഷ്യ പോളി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല ഒരു എന്താ ഒരു ചുരുങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഇലയായിട്ട്, ഒരു കേളിയായിട്ടുള്ള ഒരു അങ്ങനെയുള്ളൊരു ഇലയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. സാധാരണ പോളിക്ക് അങ്ങനെയല്ല, പക്ഷെ മിക്ക ഇലയിലും എന്താ ഇങ്ങനെ ഒരു കണ്ട ഒരു ചുരുക്ക് പോലെ അങ്ങനെയായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതാ ഇങ്ങനെ വന്നേക്കുന്ന ഇലകളുടെ. ഇത് നമ്മളുടെ നമ്മൾ ബാംബിനോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വ്യത്യാസമില്ലെങ്കിലും ഇത് വലിയ ഇലയാവുന്നതാണ്, ഇത് ചെറിയ ഇലയാവുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മിക്കാഡോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. മിക്കാഡോ വലിയ പോട്ടും ചെറിയ പോട്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് വലിയ പോട്ട്. ഇത് എനിക്ക് തോന്നുന്നു 280 ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് കേട്ടോ. 280. എനിക്ക് റേറ്റ് അങ്ങനെ ഓർമ്മയിൽ വരാത്തതുകൊണ്ട് കാറ്റലോഗിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ സൈതും കൊടുത്തത് നിങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചെറിയ പോട്ട് വരുന്നത് ഇതാണേ. ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എന്നാലും ഒരെണ്ണത്തിൽ 5 എണ്ണം വീതം ഉണ്ടാവും കേട്ടോ. 2 എണ്ണത്തിലും 5 എണ്ണം വീതം ഉണ്ട് കേട്ടോ. പിന്നെ ഫേൺ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കോബ്ര ഫേൺ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. സ്റ്റാഗ് ഹോൺ ഫേൺ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടൂടെ. ഞാൻ എല്ലാം സ്റ്റാറ്റസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റാറ്റസ് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ഞാൻ നമ്പർ സേവ് ചെയ്യാത്തവരായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് മെസ്സേജ് ഇട്ടേക്കൂട്ടോ. ഇത് അങ്ങനെ ഒത്തിരി ഓർഡറുകൾ വന്നിട്ടുണ്ട് സ്റ്റാറ്റസ് വഴിയേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കോബ്ര ഫേൺ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. കോബ്ര നല്ല വലിപ്പം വയ്ക്കുമല്ലോ. വലിപ്പം വയ്ക്കുന്ന പ്ലാന്റിന് അതനുസരിച്ച് റേറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് അതനുസരിച്ചുള്ള റേറ്റേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ. പിന്നെ നമുക്ക് ഡിഫൻബാക്കിയ മാരി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പോട്ടിൽ 2 എണ്ണം. ഇത് ടോപ്പിക്ക മാരി അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒപ്പം തന്നെ മണ്ണിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ വേഗം വേരുകൾ പിടിച്ചോളൂ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വെച്ചെന്ന് വെച്ചും ഒരു കുഴപ്പം വരില്ല. പെട്ടെന്ന് തന്നെ ഷൂട്ടുകളൊക്കെ വന്ന് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭംഗി വരുന്നത് ഡിഫൻബാക്കിയൊക്കെ കേട്ടോ. ഇങ്ങനെ. പിന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ. നമ്മളുടെ കലാത്തികൾ കാണിച്ചു പോവാം. കലാത്തികൾ നമുക്ക് കുറേ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കലാത്തിയ മക്കിയോന സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും കേട്ടോ.
ഒത്തിരി തിക്കല്ല, എന്നാലും ദാ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. ദാ ഇങ്ങനെ കേട്ടോ, പെട്ടെന്ന് തന്നെ ഷൂട്ടുകളൊക്കെ വന്നോളും. പിന്നെ വിറ്റാറ്റ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ധോത്തി സ്റ്റോക്കിലുണ്ട്. ദാ ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളാട്ടോ സ്റ്റോക്കിൽ വന്നേക്കുന്നത്. പിന്നെ ഞാനിതൊന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടഡ് വെറൈറ്റി 2 പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഇത് നമ്മളുടെ ഗുസ്മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ദാ ഇങ്ങനെ നല്ല മിടുക്കി കുട്ടി വന്നേക്കുന്നത്. ചിലതിലൊക്കെ ബേബി പ്ലാന്റുകളൊക്കെ വരുന്ന ഒരു പരുവത്തിൽ ചെറിയ പ്ലാന്റുകളൊക്കെ 2 3 എണ്ണമൊക്കെ കാണുന്നുണ്ട്, 1 2 എണ്ണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലിപ്പോൾ ഇല്ല, അതെ അതിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലതിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇത് നമുക്ക് ഗുസ്മാനിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ബ്രൊമിലിയാഡ് എന്ന് പറയാം. ബ്രൊമിലിയാഡിൻ്റെ കെയറിങ് ഒക്കെ അറിയാമല്ലോ, നല്ല ഇതായിട്ട് അധികം വെയിൽ കൊള്ളാത്ത ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വെയിലൊന്നും കൊള്ളിക്കണ്ട കേട്ടോ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഈ പോട്ടി മിക്സ് ഒക്കെ മാറ്റിയതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ പോട്ടി മിക്സിൽ വെക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് ഒരെണ്ണം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്, ആസ്പെരാഗസ് സെറ്റാഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നന്നായിട്ടൊക്കെ വേരൊക്കെയുള്ള നല്ല പ്ലാന്റുകളാണ്. ആസ്പെരാഗസ് വെറൈറ്റിയാണ്. ഇത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നല്ല പ്ലാന്റുകൾ, നല്ല നമുക്ക് അയക്കാൻ പറ്റുന്ന സൈസിലുള്ള പ്ലാന്റുകൾ കൂടുതൽ ഇത് കണ്ടോ, ഇതിൻ്റെ സ്റ്റെം നോക്കി ഒത്തിരി സ്റ്റെമ്മുകളായിട്ട് അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഇത് അധികം നമുക്കില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അത് താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് തന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ വശത്തുനിന്ന് കാണിച്ചു പോവാം. നമ്മുടെ പീസ് ലില്ലി ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. 2 പൂ, ഒരു പൂ എന്തായാലും ഉണ്ടാവും, 2 പൂ ചിലതിലൊക്കെ ഉള്ളൂ കേട്ടോ. അതാ ഈ ഒരു സൈസിലുള്ള നിങ്ങൾക്ക് 2 ആക്കിയിട്ടൊക്കെ നടാൻ പറ്റുന്ന അങ്ങനെയാണ്. ഇപ്പോൾ കിട്ടിയേക്കണവരെല്ലാവരും ഞാൻ 2 ആയിട്ട് നട്ടോട്ടെ എന്ന് ചോദിക്കുന്നത്. കാരണം 2 പ്ലാന്റുകൾ 2 പോട്ടിലുള്ള പ്ലാന്റുകൾ ചേർത്ത് വെച്ചേക്കട്ടെ ഇത്രയും തിക്കാക്കി വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് കൊക്കോപ്പിറ്റ് ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റി നടാവുന്നതാണ്. പിന്നെ നമുക്ക് ആന്തൂറിയം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഈ ഒരു സൈസിലുള്ള ഒത്തിരി ഷൂട്ടുകളൊക്കെ ആയിട്ട് നല്ലോണം വേരുകളൊക്കെയുള്ള നോക്കിയേ നിറച്ച് വേരുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 3 പോട്ടിലേക്കൊക്കെ മാറ്റി നടാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത് കലാത്തിയുടെ തന്നെ കുറച്ചും കൂടെ കാണിച്ചു പോട്ടെ. കലാത്തി ഓർബിഫോളി നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല അയക്കാൻ പറ്റുന്നുള്ള പരുവത്തിലുള്ള പ്ലാന്റുകളാണ്. ഓർബിഫോളി ഞാൻ ഇതിനു മുമ്പ് വരുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, ഈ ഓർബിഫോളിയുടെ ഇല ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കൊണ്ടേ ചിലപ്പോൾ ചില സ്ക്രാച്ചസ് ഒക്കെ ചില തുമ്പും ഒക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ട. ഇത് കണ്ടോ, ഇതൊക്കെ ട്രേയുടെ ഇടയിലൊക്കെ ഒന്ന് പെട്ടുപോയിട്ടെ അങ്ങനെ ചില ഇലകൾക്ക് മുകളിലുള്ള ഇലകൾക്കൊക്കെ ചിലപ്പോൾ സൈഡിലൊക്കെ അങ്ങനെ വരാൻ സാധ്യത. പെട്ടെന്ന് തന്നെ സ്ക്രാച്ചസ് വീഴുന്ന പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അതാണ് നല്ല. പിന്നെ ഇത് ഈ വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് ബ്യൂട്ടി സ്റ്റാർ ആണ്. ഇതിനൊന്നും അങ്ങനെ സ്ക്രാച്ചസ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വരാത്തതാണ്. ഇപ്പം അതുകൊണ്ടാണ് ഓർബിഫോളി ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ കേട്ടോ. പിന്നെ റാറ്റിൽ സ്നേക്കും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദാ ഈ ഒരു സൈസിലുള്ള നല്ല പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ പേര് ഡെലൂസിയോസ മോൺസ്റ്റേറ ഡെലൂസിയോസ. എൻ്റെ വായിൽ റാപ്പിഡാഫോറ പെർത്തൂസയാണ് വരുന്നത്. അതും ഇങ്ങനെ തന്നെ ഫെനസ്ട്രേഷൻ ഉള്ളതാണല്ലോ. ഇതിങ്ങനെ ഈ ഫെനസ്ട്രേഷനൊക്കെ വന്നേക്കുന്ന പ്ലാന്റുകൾ ഒട്ടുമിക്കതിലും തന്നെ ഫെനസ്ട്രേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ചില ഇതിലും അങ്ങനെ ചില സ്ക്രാച്ചസ് ഒക്കെ അങ്ങനെ ചെറിയ ഇലകൾക്ക് കേട്ടോ, ആ താഴത്തെ ഇലകൾക്കൊക്കെ അങ്ങനെ ചിലതായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വലിയ പ്ലാന്റുകളാണല്ലോ. അപ്പം അങ്ങനെ വലിയ പ്ലാന്റുകളാകുമ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ താഴേക്കായിരിക്കും പ്ലാന്റുകൾ വന്നെ. എന്നാൽ ഒത്തിരി താഴത്തേക്കൊന്നും അല്ല, ഒത്തിരി ചെറുതൊന്നും അല്ല. ഇത് ഇച്ചിരി കൂടി ഈ ഇലകൾ ഇങ്ങനെ ഇത്രയും സ്റ്റെം ഇങ്ങനെ നീണ്ട ഒറ്റ ഇല വരുമ്പോഴത്തേക്ക് അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ചില ഡിഫറൻസുകൾ വരും കേട്ടോ. അതാണ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ഈ ഒരു പൊക്കത്തിലൊക്കെയുള്ള പ്ലാന്റുകൾ പ്രതീക്ഷിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ അത് 2 എണ്ണം എടുത്ത് വെക്കാൻ വിട്ടുപോയി. ഇത് നമ്മളുടെ തൈ കോൺസ്റ്റലേഷൻ ആണ് വന്നേക്കുന്നത്. വേരിഗേറ്റഡ് വെറൈറ്റി. ഇങ്ങനെ തൈ കോൺസ്റ്റലേഷൻ. ഇത് നല്ല വേരിഗേഷനൊക്കെ എല്ലാത്തിനും തന്നെ വേരിഗേഷൻ വന്നിട്ടുണ്ട്. ഫെനസ്ട്രേഷൻ ചിലതിന് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. വന്ന് തുടങ്ങുന്ന പരുവതല്ല. ഇതിപ്പോൾ ഈ ഇലയിലേക്കാണ് ഫെനസ്ട്രേഷൻ വന്നേക്കുന്നത്. ഇതിങ്ങനെ എല്ലാത്തിനും ഫെനസ്ട്രേഷൻ ആയിട്ടില്ല. ഇത് 2 സൈസിലുള്ള പ്ലാന്റുകളാണ്. ഈ 2 സൈസാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതും ഇത്
ഒരു ഇതിൽ തന്നെ വന്നേക്കുന്നതാണ്. പക്ഷെ ചിലപ്പോൾ വലിപ്പ ചെറുപ്പങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിലൊക്കെ നല്ലോണം ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും ഇലയിൽ ആ ഇത് വേരിയേഷൻ ഇത് നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പൊ അടുത്ത ലീഫിലേക്കൊക്കെ ആവുമ്പോഴത്തേക്കും ഇതൊക്കെ വന്നോളൂ കേട്ടോ, ഫെനസ്ട്രേഷനൊക്കെ വന്നോളൂ. അപ്പൊ ആ സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നമുക്ക് ഇത് കാണിക്കാം. ഇത് നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് റേഡിക്കൻസും ഫൈക്കസ് പുമിലയും ഇത് രണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. കോംബോ റേറ്റ് 350 ആണ്, 350 കേട്ടോ റേറ്റ് വരുന്നത് കോംബോ. താല്പര്യമുള്ളവരൊക്കെ വേഗം മേടിച്ച് നട്ടോളൂ. ഇതിൻ്റെയൊക്കെ തുമ്പ് ചിലതിൻ്റെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ, ഈ ട്രേയുടെ ഇടയിൽ പെട്ട് പോണതാണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. നല്ല കൊക്കോപ്പീറ്റിലേക്കും അല്ലെങ്കിൽ മണ്ണിലേക്കൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. ഞാൻ വേര് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 100% അങ്ങനെ വേര് പിടിക്കുമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ചിലവർ എൻ്റെ അടുത്ത് പറയാറുണ്ട് വേര് പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിടിപ്പിച്ച പ്ലാന്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ, ഞാൻ മറന്നില്ലെങ്കിൽ കാണിച്ചു തരാം ഇത് കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള സൈസിൽ. പിന്നെ നമുക്ക് പെഡിലാന്തസ് വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പെഡിലാന്തസ് 2 വെറൈറ്റി ഉണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞു. ഇത് കേളി വേരിഗേറ്റഡ് സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ നമ്മളുടെ അങ്കുലാത്ത പെപ്രോമി വെറൈറ്റി അങ്കുലാത്ത സ്റ്റോക്കിലുണ്ട്. ബാക്കിയെല്ലാം കാണിച്ചു പോയോ? ബാക്കി ഏകദേശമൊക്കെ കാണിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ പ്രൊഫഷണൽ DTC 2 കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുക. ഇനിയിപ്പോൾ അതിലല്ല പോസ്റ്റിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ള, പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. മണ്ണിലുള്ള പ്ലാന്റ്സുകളാണെങ്കിൽ മണ്ണ് കുറച്ച് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുന്നത്. ഇനി എന്താ പറയാനുള്ള, ഇനിയൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.